ശുഭനായ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ പേര് കേട്ടോ വാട്സപ്പിൽ വന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ, ചേച്ചി എന്താ ത്രെഡ് ചെയ്യാത്തുന്നു. അപ്പോൾ ഞാനിന്ന് ത്രെഡ് ചെയ്ത് കേട്ടോ, കുറച്ചൊരു വീതി കുറഞ്ഞെന്ന് തോന്നുന്നു, എങ്കിലും സാരമില്ല. ത്രെഡ് ചെയ്തപ്പോൾ മുഖത്തിനൊരു ഐശ്വര്യം വന്നു. ഞാനുണ്ടല്ലോ ഇനിയിപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ചൊന്ന് വളർന്ന് വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ നൂല് കൊണ്ട് എടുത്ത് കളയാം, അങ്ങനെ എടുത്ത് കളയണം എന്ന് വിചാരിക്കും. പക്ഷേ അത് നടക്കത്തില്ല. വളർന്ന് അങ്ങേയറ്റത്തെ ആയി കഴിയുമ്പോഴാണ് ഞാനൊന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നിപ്പം 5:30 മണി ആയി കേട്ടോ. ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു വലിയ ക്ഷീണം പോലെ എൻ്റെ മുഖത്ത് അല്ലേ. ഞാൻ മുഖമെല്ലാം നന്നായി രാവിലെ കുളിച്ചതാണ്, പക്ഷേ ഇപ്പോൾ ഒരു തണുപ്പാകട്ടോ. ഇപ്പോൾ ഒരു 5:45 ആകാറായി വിളക്കൊക്കെ കത്തിക്കണം ഇനി. അപ്പം പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അല്ല ഇനി വീഡിയോ ഇടാതെ ഒരു ലൈവ് വരാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒത്തിരി പേരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ, എന്നെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താണോ മുഖത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തു പോകുന്ന കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ ഓയിലൊക്കെ തേച്ച് സുന്ദരിക്കുട്ടികളായിട്ട് എല്ലാവരും ഇരിക്കുമായിരിക്കും. അപ്പോൾ എങ്കിലും അതിൻ്റെ കൂടെ നമുക്കൊരു സ്ക്രബ് കിട്ടണം, നമുക്കൊരു പായ്ക്ക് കിട്ടണം, നമുക്കൊരു ചെറിയ മസാജ് കിട്ടണം. ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതിനകത്ത് ഒരു ക്വസ്റ്റ്യനാണ്, ഓയിൽ തേക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഓയിൽ തേക്കുന്നത് നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ കരിമംഗല്യം പോകാൻ, മുഖത്തിന് നല്ല ഗ്ലോ വരാൻ, മുഖത്തെ കറുത്തപാട് പോകാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഓയിൽ തേക്കുന്നത്. നമ്മുടെ ഓയിൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഓയിലിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ. ഞാൻ പറയൂല എന്ത് പറഞ്ഞാലും അത് കുറച്ചൊക്കെ ഒരു സീക്രട്ട് വേണ്ടേ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനിത് തരുന്നതിന് എന്താണ് ഒരു ഇത്, അല്ലെങ്കിൽ ഫുൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് കൊണ്ടാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ല കളർ വരുന്നത്, നിങ്ങളുടെ കരിമംഗല്യം മാഞ്ഞു പോകുന്നത്, നിങ്ങളുടെ ചുളിവുകൾ പോകുന്നത് ഒക്കെ. അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ആരും. പിന്നെ ആരോ വന്ന് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരാൾ ചോദിച്ചിട്ട് വേറെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, അങ്ങനെ എങ്ങനെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കേട്ടോണം ആരും ഇനി ചോദിക്കേണ്ട. ഞാൻ അത് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചു, ഞാൻ പറഞ്ഞു തരും. പക്ഷേ എൻ്റെ ഓയിലിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പോൾ പിന്നെ ചിലർ പിന്നെ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്, ഇതാരും പറഞ്ഞു തന്നാണ്, ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന്. എൻ്റെ അച്ഛൻ്റെ അനിയൻ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ഗുണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് അങ്ങ് ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും എൻ്റെ ഓയിൽ തേച്ചിട്ട് ആർക്കും അലർജിയോ സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് സന്തോഷപൂർവ്വം വേറെ ഒന്നും ചെയ്യാതെ അങ്ങ് തേച്ചു. അത്രയേ ഉള്ളൂ പറയാനായിട്ട് ഓയിലിനെ പറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ കുറേ ദിവസമായി ഈ തക്കാളിക്കൂട്ടനെ മുഖത്തൊന്ന് തേച്ചിട്ട് അതിൻ്റേതായ ഒരു കുറവ് മുഖത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മിക്കവാറും, അതായത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ ഒന്നെങ്കിൽ തക്കാളി അല്ല ഓറഞ്ച്, ഞാൻ കിടന്ന് ഉറങ്ങി ചില നേരം കേട്ടോ. അതെൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇടിമിച്ചിരിക്കുന്നത്. ഞാനൊരു 4:30 ആയപ്പോൾ കിടന്നിട്ട് മോള് വന്നപ്പോഴാണ് ചാടി എഴുന്നേറ്റ്. ഒരു അരമണിക്കൂർ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അത്ര നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി, നല്ല സുഖമായിരുന്നു എഴുന്നേറ്റപ്പോൾ. പക്ഷേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ കിടക്കത്തേയില്ല ഉച്ചയ്ക്ക് കേട്ടോ. ഉച്ചയ്ക്ക് കിടന്നു പോയാൽ പിന്നെ മയങ്ങി അങ്ങ് കിടക്കുമല്ലേ, അതാണ് പ്രശ്നം. അങ്ങനെ കിടക്കരുത് ആരും കേട്ടോ. പിന്നെ ചിലരുണ്ട് കേട്ടോ, ഊണ് കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മണിക്കൂർ കിടന്നുറങ്ങുന്നത്, അങ്ങനെ ആൾക്കാരുണ്ട്. അത് സ്ഥിരം അവർ അലാറം വെച്ച് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ബാക്കി പണികളിലോട്ടും കിടക്കും. നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഇച്ചിരി നേരം ഞാൻ കിടന്ന് എഴുന്നേറ്റപ്പോൾ നല്ല ആക്റ്റീവായി. ഇനിയിപ്പം മേലെ കഴുകുന്ന തണുപ്പായിരുന്നു ഭയങ്കര കേട്ടോ. അപ്പം കയ്യും കാലും മുഖമെല്ലാം കഴിയിട്ട് വിളക്ക് എത്തിക്കണം. രാവിലെ ഞാൻ തിരുനക്കരെ പോയി. അപ്പം ഭഗവാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മുടെ തക്കാളി ചേർക്കാം. ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ തക്കാളിയെ വെറുതെ എൻ്റെ മുഖത്ത് തേച്ച് നല്ലപോലെ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ചും ഇതുപോലെ ചെയ്യാം. വൈറ്റമിൻ സിയുടെ കലവറയാണ്, നിങ്ങൾ അതെല്ലാം ചിന്തിച്ചോണം. പിന്നെ ഈ ഒരു സാധനം ബ്ലീച്ചാണ് കേട്ടോ. അതാണ് നമ്മുടെ മുഖത്ത് നല്ല കളർ വരുന്നത്, കറുത്തപാട് പോകുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ, ചിലരുടെ മുഖം നിറച്ച് മുഖക്കുരു, കവിളിൻ്റെ 2 സൈഡിലും മുഖക്കുരു വന്നിട്ട് അവിടെ കറുത്തപാട് വരത്തില്ലേ. അപ്പോൾ നമ്മുടെ ഓയിൽ കൊണ്ടുപോകാത്തവർ ഈ തക്കാളി വീട്ടിലുണ്ടെങ്കിൽ തക്കാളി ഇട്ടതാ ഇതുപോലെ, ഞാൻ ഒരു പീസേ എടുക്കുന്നുള്ളൂ, എനിക്ക് വൈകിട്ട് സാമ്പാർ വെക്കണം. അപ്പോൾ ഈ ഒരു പീസ് മതി നമുക്ക്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫുള്ള് ആ ഒരു ജ്യൂസ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. പിന്നെ എന്തിനാ ഒരെണ്ണം കൂടെ കളയണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 2 സൈഡിലും കുരു വന്നിട്ട് ഇങ്ങനെ കറുത്ത പാട് പോലെ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നവരുടെ മുഖത്ത് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മസാജ് ചെയ്ത് ഇവിടെയൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മളത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി കേട്ടോ. കറണ്ട് പോയി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്യുക. നല്ലപോലെ മസാജ്, ഇവിടെ ഭയങ്കര ഇരുട്ടായി കേട്ടോ. 6 മണി ആയതേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ഇരുട്ടായി. നല്ലപോലെ മസാജ് ചെയ്തിട്ട് മൂക്കിൻ്റെ 2 സൈഡ്, മൂക്കിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ
നല്ലതുപോലെ മസാജ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുമ്പോഴേക്കും ഇത് കണ്ടോ, നമ്മുടെ ചുണ്ടയിലും എന്ത് ചെയ്താലും കഴുത്ത് കൂട്ടി ചെയ്യണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ചുണ്ടയിലും ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമ്മുടെ മുഖത്ത് ടാൻ അടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുണ്ടയിലും ടാനുണ്ട്. അപ്പം ടാനുണ്ട്, ഡെഡ് സെൽസ് ഉണ്ട്, ഇതെല്ലാം പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ചുണ്ടയിലും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു ശകലം വെയിലൊക്കെ കൊണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിലൊക്കെയാണ് പോയത്, എന്നാലും കുറച്ച് വെയിലടിച്ചു. അതുകൊണ്ട് ആ വെയിലിൻ്റെ അത് നന്നായിട്ട് മാറ്റിയിട്ട് വേണം നമ്മുടെ ഓയിൽ രാവിലെ ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ടാൻ ഇങ്ങനെ മുഖത്തുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ തേക്കുമ്പോഴേ, അപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും പോവുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ടാണ് പോയത്. പക്ഷേ രാവിലെ മുതലേ ഇവിടെ ഒരു തണുപ്പ് മൂടലും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും ഇങ്ങനെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഓറഞ്ചോ തക്കാളിയോ ഒക്കെ കൊണ്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ രാവിലെ നമ്മുടെ ഓയിലൊക്കെ ഇട്ട് തേച്ച് കുളിക്കുമ്പോൾ നല്ല നമുക്ക് ടാൻ ഇങ്ങനെ അടിച്ചും കണ്ട് വന്ന് കേട്ടോ. ടാനൊക്കെ ഉണ്ടെങ്കിൽ, മുഖത്ത് നന്നായിട്ട് ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിലിന് അത്ര ഒരു ആദ്യം തന്നെ ഒരു ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ തേക്കുന്നെങ്കിൽ അത്ര ഫലമൊന്നും കിട്ടത്തില്ല. ആ ടാനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഓയിലും കൂടെ മുഖത്തോടൊന്ന് തേച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല മാറ്റം. നിങ്ങൾക്ക് കരിമങ്കല്യമുണ്ട് ആ ഒരു പ്രശ്നം പോകാനും ഒക്കെ നമുക്ക് അപ്പോഴാണ് നമ്മുടെ ടാൻ മുഖത്തുനിന്ന് കളയണം എന്തായാലും. ഇപ്പം നെറ്റിയിലൊക്കെ അതേ നല്ലൊരു ടാൻ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പെട്ടെന്ന് മുഖത്ത് കരിവാളിപ്പേക്കും. കണ്ണിൻ്റെ സൈഡിലുമൊക്കെ നല്ലപോലെ തക്കാളിയുടെ ഈ ഒരു പീസിൻ്റെ അതേ മൊത്തവും തീർന്നു. അതുപോലെ ഞാൻ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തു. റോഡിൽ കൂടെ എന്തൊക്കെയോ കൊട്ടും പാട്ടും രാഷ്ട്രീയമാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അത് നമ്മുടെ ഇതിലേ പോകുന്ന റോഡിൽ കൂടെ പോകുന്നതാണ് കേട്ടോ. ശകലം പോലും കളയാതെ ഫുള്ള് ദേ ഇങ്ങനെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. മതി. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാനിപ്പം പറയുന്ന പോലെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് തക്കാളി തന്നെ ഇട്ട് ഒന്ന് മസാജ് ചെയ്യരുത്. തക്കാളിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്രബിന് പകരമായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വേണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ എന്തിട്ടാലും ഞാനത് എന്തെങ്കിലും മിച്ചം കയ്യിലൊരു ശകലം ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ വിരലിലോട്ടും നമ്മുടെ കയ്യിലോട്ടും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയും സുന്ദരമായിട്ടിരിക്കും. ഇനി ഞാൻ താഴേക്ക് ഇറങ്ങി പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഭയങ്കരമായിട്ട് ഇരുട്ടി മഴയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിനി താഴോട്ട് ഇറങ്ങി ചെല്ലട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനി വാഷ് ചെയ്തിട്ട് ഒരു മുഖത്ത് നല്ലൊരു തിളക്കം വരും, നല്ലൊരു മാറ്റം വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അനുഭവിച്ചറിയുക. എപ്പോഴും നമ്മൾ ചെയ്യുന്നതല്ല. ഇപ്പം തക്കാളി ഒത്തിരി ദിവസമായി മുഖത്തൊന്ന് ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാനിന്ന് തക്കാളി ഇട്ടത്. വേറെ ഒന്നും വേണ്ട. നമുക്ക് എന്നും നമ്മൾ ഒരു സാമ്പാർ കഷ്ണത്തിലോ ഒക്കെ നമ്മൾ തക്കാളി കറി വെക്കത്തില്ലേ, തക്കാളി തന്നെ തേങ്ങ അരച്ചൊക്കെ കറി വെക്കത്തില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യണം. ഓറഞ്ച് വായിലോട്ട് കഴിക്കുമ്പോൾ ഒരു പീസ് എടുത്ത് മുഖത്ത് തേച്ചോണം. എപ്പോഴും പറയുന്ന കാര്യമല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒത്തിരി പേർക്ക് നല്ല മാറ്റം വന്നിട്ടുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. നാളെ എല്ലാവരെയും കാണാം. അതുവരെ ബൈ.